ഏത് ജോലിയിലാണെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കണം. പിന്നെ എല്ലാവരെയും ഒന്നും വിശ്വസിക്കരുത്. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം. വെറുതെ ജീവിച്ചു പോയിട്ട് എങ്ങനെയും ഒക്കെ ജീവിച്ചു പോയിട്ട് കാര്യമില്ല. നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം. അങ്ങനെ ഒരു വനിതാ ദിനം കൂടി ഇന്ന് വരികയാണ്. വനിതാ ദിനത്തിൽ മാത്രമല്ല സ്ത്രീകൾ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടത്. എന്നും അവർ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും തന്നെ ചെയ്യേണ്ടവരാണ്. അപ്പോൾ ഈ ഒരു വനിതാ ദിനത്തിൽ നമുക്ക് മാഡത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും സ്ത്രീകൾക്ക്? നമ്മൾ പരസ്പരം അവരെ കൈകൾ ചേർത്ത് പിടിക്കേണ്ട കരങ്ങൾ കൊണ്ട് തന്നെ അവരെ ബലിഷ്ഠമായി അവരെ ഉപദ്രവിക്കുമ്പോൾ ആ കൈകൊണ്ട് തന്നെ നമുക്ക് അവരെ തലോടുകയും സ്നേഹിക്കുകയും ചെയ്യാനുള്ളൊരു മനസ്സ്, ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഏത് സാഹചര്യത്തിലും ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെയുള്ള ഒരു കരുത്ത് പ്രത്യേകം സ്ത്രീകൾക്കുണ്ടായിട്ടുണ്ട്. അത് പുരുഷനെ സംബന്ധിച്ച് അതിലൊക്കെ കൂടുതലും സ്ത്രീകളാണ് ക്ഷമ എപ്പോഴും ഉള്ളത്. അതൊന്ന് നഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിൽ തിരിച്ച് സ്ത്രീകൾ അങ്ങനെ ആയിത്തീരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്ര കഴിവും തൻ്റെ ഇടവും മിടുക്കും സാമർഥ്യവും കഴിവും ഉള്ള സ്ത്രീകളാണ് നമ്മൾ പുറകോട്ട് ഒരു കാര്യത്തിനും ഇനി മാറി നിൽക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യരുത്. നമ്മുടെ കഴിവ് നമ്മൾ വിനിയോഗപ്പെടുത്താം. അതിന് നമുക്ക് പ്രായമോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ ഇതൊന്നും ഒരു കുറവാണ് എന്ന് നമ്മൾ കരുതരുത്. നമുക്ക് എന്തിനു മുമ്പോട്ട് സ്വാതന്ത്ര്യത്തെ അല്ല നമ്മുടെ കഴിവിനെ ആർജിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഇത്തരത്തിൽ ഒരു നല്ല സാമൂഹ്യ സൃഷ്ടിക്ക് ഈ വർഷത്തെ വനിതാ ദിനം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.